1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8008000120. ഞാൻ മീനൂട്ടിയെ ശ്രദ്ധിച്ചോണ്ടിരിക്കും. അറിവെല്ലാം അറിയേണ്ട 4 അക്ഷരം എഴുതേണ്ടെന്ന് പറഞ്ഞാൽ മീനൂട്ടിക്ക് ഒരു വല്ലാത്ത സന്തോഷം. ആ, അതായത് അതിന്റെ വരി എന്ന് പറഞ്ഞാൽ അറിവെല്ലാം അറിയേണ്ടേ 4 അക്ഷരം എഴുതേണ്ടേ എന്ന് പറഞ്ഞാൽ മീനൂട്ടിയുടെ മുഖം ആ സമയത്ത് മാത്രം ബാക്കിയെല്ലാം വരി നല്ല എന്നേക്കാൾ വലുതായി നാളെ വളരേണ്ടേന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ വാനോളം വലുതാകും പൊന്നുമോളായി വിളി കേൾക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നുകൂടായി. പിന്നാണ് അതിമധുരം. അതെ, ഒരു പെൺകിടാവായി വളർന്ന നീ ഒരു അമ്മയാകണമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ എന്താ മിനിറ്റ് അങ്ങനെയൊന്നും എന്റെ മുഖത്ത് ഒരൊറ്റ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടായിരുന്നു. This is the time to study. MG അങ്കിളേ. മോളെ അപ്പൊ എന്തുകൊണ്ടും കലക്കി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. റാണിക്കുട്ടി എന്തോ നല്ല ഉടുപ്പാണല്ലോ അല്ലേ? പിന്നെ ഇപ്പൊ അഭിനയിച്ച് ഭയങ്കര തിരക്കുള്ള നടിയാവാൻ പോവല്ലേ അല്ലേ? ആരുടെ കൂടെ അഭിനയിക്കുന്നത്? ആരുടെ കൂടെയാ? ഞാൻ രമ്യ നമ്പീശൻ. ആണോ? രമ്യ ചേച്ചിയുടെ കൂടെയാ? കൊള്ളാലോ. ശ്രീകുട്ടങ്ങൾ പറഞ്ഞ പോലെ ഒരു പാട്ടും കൂടി അങ്ങ് പാടി കഴിഞ്ഞാലേ നല്ല സംഭവമായിരിക്കും. പാടി കൊടുക്കുന്നത്. അതെ 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 അതെ. ഗായികയും നടനും അല്ലെങ്കിൽ നടിയായിട്ടുള്ള ആൾക്കാർ വളരെ അപൂർവമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ നല്ലതാ കേട്ടോ. SPB സാറ്, രാജ്കുമാർ സാറ്, പിന്നെ ഇവിടെ മനോജ് കെ ജയൻ, ലാലേട്ടൻ, രമ്യ നമ്പീശ, രമ്യ ചേച്ചി. അതെ അതെ, അങ്ങനെ കുറച്ചു പേരുണ്ട്. സുരേഷ് ഏട്ടൻ പാട്ടും പാടും അഭിനയിക്കുകയും ചെയ്യും. മധു അങ്കിളിന് വേറൊരു പേരുണ്ടോ? എന്ത്? അങ്ങനെയൊക്കെ ഉണ്ട്. അതിങ്ങനെ അജിത്തുമായിട്ട് എന്തോ സാമ്യം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അത് ആൾക്കാർ വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. പോയിട്ട് വിളിച്ചിട്ടുണ്ട്, പോയിട്ടില്ല. അതിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. ഞാൻ കേട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. ഞാൻ TVG സാറിന്റെ അടുത്ത് മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. തൊട്ടപ്പുറത്ത് ഒരു ഡോഗ് ട്രെയിനിങ് സെന്റർ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച അക്കാഡമിയുടെ അപ്പുറത്ത്. അപ്പൊ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ കൂടി അവിടെ വന്നപ്പോ ഞാൻ അവിടെ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. അതിനെ കൊണ്ട് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയതാ. അപ്പോ ഇവര് വന്ന് ചോദിച്ചു, സാർ നിങ്ങളോട് നെക്സ്റ്റ് പടത്തിൽ നിങ്ങൾ നടിக்கிறீங்களா ഹീറോവാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്കൊന്നും ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഗുരുകുലം രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു നിമിഷം നിങ്ങൾ കൊഞ്ചം വെയിറ്റ് പണുക, ഞാൻ എന്നോട് ഗുരുജിയുടെ കൊഞ്ചം കേട്ടിട്ട് വരേൻ, വെയിറ്റ് പണുകയെന്ന് പറഞ്ഞു. പോയിട്ട് ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, സാർ ഇങ്ങനെ 2 പേര് വന്നിട്ട് ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെയാണ്, അവര് അപ്പുറത്ത് ഡോക്ടർ ട്രെയിനിങ് സെന്ററിൽ വന്നതാണ്. ആ ശരി പറയേ എന്താ സാർ ചോദിച്ചു. ഇല്ല, അങ്ങനെ അവരിങ്ങനെ അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട് പുതിയ അടുത്ത സിനിമയിലെ ഹീറോ ആയിട്ടാണ്. ഓ ആണോ, നല്ല കാര്യം, ഓക്കെ. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം സാറിന്റെ മുഖം ഇങ്ങനെ മേഘ 2 കൂടണ പോലെ മുഖത്തിങ്ങനെ കൊന്നിടുവേണം. ഇങ്ങനെ എങ്കിലും പോകപ്പെടാതെ കഷ്ടമായി പോയത്. അന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ഇപ്പം അഭിനയിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു നടനായിരുന്നു. മാത്രമല്ല തമിഴ്നാട്ടിന് വലിയ കട്ടൗട്ടറൊക്കെ ആയിട്ട്. ഇനി മുതൽ ഞാൻ അങ്ങനെ വിളിക്കാം. ആ സിനിമയായിരുന്നു കാതൽ കോട്ടൈ. അജിത്ത് പിന്നീട് അഭിനയിച്ചു ഹീറോ ആയിട്ട്. പിന്നെ ഞാൻ തമിഴിലൊരു റിയാലിറ്റി ഷോ ചെയ്യാൻ പോയപ്പോ അവിടെ ആൾക്കാരൊക്കെ കുറച്ച് സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നല്ല അന്നുണ്ടായി കാണും ചിലപ്പം. ഇപ്പൊ തല തന്നെ വിളിച്ചോണ്ടിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ റാണിക്കുട്ടിക്ക് ഉപ്പച്ചിയോടോ ഉമ്മച്ചിയോടോ റാണിക്കുട്ടിക്ക് ഇഷ്ടം? എനിക്ക് രണ്ടാളിഷ്ടല്ലോ. രണ്ടാളിഷ്ട ഒരുപോലെ? വെരി ഗുഡ്. രണ്ടുപേരുണ്ടല്ലോ പാട്ടില്. എന്നാലും ഞങ്ങൾക്കൊരു ആഗ്രഹം അറിയാൻ, എനിക്കൊരു ആഗ്രഹം. അതെ, ആരെയാണ് കൂടുതൽ ഇഷ്ടം? അപ്പൊ രണ്ടുപേര് ഒരുപോലെ 50-50. ഓക്കെ, അല്ലെങ്കിൽ 100-100. ഓക്കെ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, പാടിയതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ജലദോഷം മാറിയിട്ടില്ലേ? ജലദോഷം കുറെയൊക്കെ മാറി. ആണോ? എന്നാലും ചെറുതായിട്ട് ടോൺ മാറിയിട്ടില്ല അല്ലേ? ടോൺ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഉഗ്രനായിട്ട് നന്നായിട്ട് പാടി കേട്ടോ, വളരെ നന്നായിട്ട് പാടി. അപ്പോ പാട്ടിലും അഭിനയത്തിലും നന്നായി ശോഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. ഓക്കെ, രണ്ടിലും വലിയ ആളാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.